ഒന്നാം ക്ലാസ്സിലെ പാദവാർഷിക മൂല്യനിർണ്ണയം ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ രണ്ടാം ദിവസത്തെ പരീക്ഷയുടെ ചോദ്യപേപ്പർ നോക്കാം. ഇത് 2024 ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും മലയാളം മീഡിയം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. പ്രവർത്തനം 5 വാലിലും ചിറകിലും. നമ്മൾ ഒന്നാം ദിവസം പരീക്ഷ നടത്തിയ ഒരു പട്ടം ആകാശത്തൂടെ പറന്നു പോകുമ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ബന്ധപ്പെട്ടതാണ്. ആ ഒരു കഥ ഇങ്ങനെ തുടർന്നാണ് രണ്ടാം ദിവസവും വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കഥ ടീച്ചർ ക്ലാസ്സിൽ പറയും. അതിനുശേഷമാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ഇവിടെ പട്ടത്തിൽ കുറേ പേര് പറക്കാനായിട്ട് കയറി കൂടിയിട്ടുണ്ട്. പട്ടത്തിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് അവർ ആ മരത്തിൽ നിന്ന് കയറി കൂടിയിരിക്കുന്നത്. അതിൽ ഏതൊക്കെ ജീവികളാണ് എന്ന് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകും. ഈ കാണുന്നത് പുഴുക്കളാണ്, ഇത് ഉറുമ്പുകളാണ്, ഇത് കുഞ്ഞൻ വണ്ടുകളാണ്, നമ്മൾ മത്തൻ വണ്ട് എന്നൊക്കെ പറയുന്നതാണ്. ഇതും പുഴുക്കൾ തന്നെയാണ്. ഇതിൽ എണ്ണി എഴുതണം. പുഴുക്കൾ ആകെ എത്ര എണ്ണമുണ്ട് എന്ന് എണ്ണി എഴുതണം. പുഴുക്കൾ 2 ഭാഗത്തുണ്ട്, അത് തെറ്റി എഴുതാൻ പാടില്ല. അത് രണ്ടും കൂടി കൂട്ടി എണ്ണണം. അതുപോലെ ഉറുമ്പുകൾ ആകെ എത്ര പേരുണ്ട് എന്ന് എണ്ണി എഴുതുക. കുഞ്ഞൻ വണ്ടുകൾ എത്ര പേരുണ്ട് എന്ന് എണ്ണി എഴുതുക. ജീവികളുടെ എണ്ണം ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതുക. ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന് പറഞ്ഞാൽ ജീവികൾ ചെറുത് എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, എണ്ണമാണ്. അതായത് 5, 6, 7 ഇങ്ങനെ പോകുമ്പോൾ അതിൽ ചെറുത് 5 ആണ്. ഇതേപോലെ എണ്ണം ചെറുതായിട്ടുള്ളത് കുറഞ്ഞത് ആദ്യം പുഴുക്കളാണെങ്കിൽ പുഴുക്കൾ എഴുതാം. വണ്ടുകളാണ് എണ്ണം കുറവെങ്കിൽ ആദ്യം അത് എഴുതാം. വണ്ടുകൾ എന്നല്ല എഴുതേണ്ടത്, അക്കമാണ് ഇവിടെ എഴുതേണ്ടത്. ഉത്തരം ഇവിടെ എഴുതി. നമുക്ക് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യവുമുണ്ട്, അതുകൂടി നോക്കാം. ആക്ടിവിറ്റി 5 ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ്. പട്ടത്തിൻ്റെ ചിറകിലും കൈറ്റിൻ്റെ ചിറകിലും വാലിലും ഒക്കെ കുറേ പേര് ഇരിപ്പുണ്ട്. കൗണ്ട് ആൻഡ് റൈറ്റ്. അത് എണ്ണി എഴുതാനാണ് പറയുന്നത്. വേംസ് എന്ന് പറഞ്ഞാൽ പുഴുക്കളാണ്. പുഴുക്കളുടെ നമ്പേഴ്സ് ഇവിടെ എണ്ണി എഴുതുക. ആൻസ് എന്ന് പറഞ്ഞാൽ ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ എത്ര പേരുണ്ടെന്ന് എണ്ണി എഴുതുക. അതുപോലെ സ്മാൾ ബഗ്സ്, ഈ ബഗ്സ് എത്ര പേരുണ്ടെന്ന് എണ്ണി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നമ്പർ ഓഫ് ക്രീച്ചേഴ്സ് ഫ്രം ദ സ്മാളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. ഈ ക്രീച്ചേഴ്സിൻ്റെ, ഈ ജീവികളുടെ എണ്ണം സ്മാളസ്റ്റിൽ നിന്നും ലാർജസ്റ്റ്, അതായത് ഏറ്റവും സ്മാളായിട്ട് എണ്ണം എത്രയാണോ ആ ഡിജിറ്റ് ഫസ്റ്റ് ബോക്സിൽ എഴുതുക. സെക്കൻഡ് ബോക്സിൽ പിന്നത്തെ ചെറുത് എഴുതുക. തേർഡ് ബോക്സിൽ അടുത്ത നമ്പരും എഴുതുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. പ്രവർത്തനം 6 പറവകൾ. അവിടെ വായിക്കാനായിട്ടൊരു കുറിപ്പ് തന്നിട്ടുണ്ട്. അതോടൊപ്പം ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ചിത്രം എന്താണെന്ന് അറിയാം. നീണ്ട കഴുത്ത്, നീണ്ട കാലുകൾ, മീൻ തിന്നും, വെളുത്ത നിറം. ഇതേപോലെ താഴെയും കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചിത്രത്തിൽ ഒന്നും കൊടുത്തിട്ടില്ല. അവിടെ വേണേൽ നമുക്കൊരു ചിത്രം വരയ്ക്കാവുന്നതാണ്. അതെന്താണെന്ന് പറഞ്ഞു തരാം. ഈ 4 ചിത്രങ്ങളിലും ഓരോ പക്ഷികളാണ്. ഈ പക്ഷികളൊക്കെ ചേരുന്ന ഓരോ കാര്യങ്ങളും നടുവിൽ കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് എഴുതാനാണ്, അത് കൂട്ടിമുട്ടിക്കാനാണ് പറയുന്നത്. ഇവിടെ 4 ചിത്രങ്ങളും 6 നടുവിലുള്ള വിവരണങ്ങളുമാണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ 4 പൂരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ബോക്സിൽ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലെ നിർദ്ദേശം അനുസരിച്ച് ചേരുന്ന ഒരു പക്ഷിയുടെ ചിത്രം അല്ലെങ്കിൽ പേരെഴുതിയാലും മതി. ചിത്രം വരയ്ക്കാൻ അറിയുന്നവർ ഏകദേശം ഒന്ന് വരയ്ക്കുക. അതോടൊപ്പം തന്നെ ആ ജീവിയുടെ പേരും എഴുതുക. അങ്ങനെ എഴുതിയിട്ട് അതുമായി കൂട്ടിമുട്ടിക്കണം. ഇതിൽ തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ചുള്ള ജീവിയാണ് എഴുതേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട ജീവി അല്ല എഴുതേണ്ടത്. ഇത്രയുമാണ് 6ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ. അടുത്ത ചോദ്യം നോക്കാം. 7ാമത്തെ ചോദ്യം. പാട്ടിൻ വരികൾ കൂട്ടിച്ചേർക്കൂ. അവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ആ പാട്ടിൻ്റെ വരികളെ എഴുതാനാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പാട്ടുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കളിക്കോപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ഓലപ്പന്താണ്, രണ്ടാമത് ഓലക്കാറ്റാടിയാണ്, മൂന്നാമത്തത് ഒരു കളിവണ്ടിയാണ്, നാലാമത്തത് ഓല കൊണ്ടുണ്ടാക്കുന്ന ഒരു വാച്ചാണ്, ഈ കാണുന്നത് ഓലപ്പാമ്പാണ്, ഇത് ഓലക്കണ്ണാടി, ഇത് ഓലപ്പീപ്പിയാണ്. അപ്പോൾ ഇതൊക്കെ വരുന്ന വിധത്തിലുള്ള ഒരു കവിതയാണ് നമ്മൾ പൂരിപ്പിച്ചെഴുതേണ്ടത്. കവിത നോക്കാം. കളി 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 ചിരി 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 കളി ചിരി, കളി ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. അപ്പോൾ ഇത് പമ്പരത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ്. ഇനി ഇതേപോലെ നമുക്ക് ഓലപ്പന്തിനെ കുറിച്ച് കവിത എഴുതാം. കളി ചിരി കളി ചിരി, അങ്ങനെ ആ കവിത പൂരിപ്പിച്ചെഴുതാം. അതേപോലെ നമുക്ക്
ഓല കാറ്റാടിയോ ഓല പീപ്പിയോ ഓല വാച്ചോ ഓല പാമ്പോ ഓല കണ്ണടയോ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് കവിത പൂരിപ്പിച്ച് എഴുതാവുന്നതാണ്. ഈ കുത്തിട്ട വരികളിലൊക്കെ കവിതകൾ എഴുതണം. ഈ തന്നിരിക്കുന്ന മോഡലിൽ 4 വരികളായിട്ടാണ് കവിത എഴുതേണ്ടത്. ഇതിലെ എല്ലാ വസ്തുക്കളെയും കുറിച്ച് കവിത എഴുതേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ടതിനെക്കുറിച്ച് 2 എണ്ണത്തെക്കുറിച്ച് കവിത എഴുതിയാൽ മതി. ഇവിടെ എൻ്റെ ഉത്തരം കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. നമുക്ക് പ്രവർത്തനം 8 നോക്കാം. കളികൾ. അവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരു പാർക്കാണെന്നത് കണ്ടാൽ മനസ്സിലാകും. ആ പാർക്കിൽ കുട്ടികൾ കളിക്കുന്നത് കാണാം. അതുപോലെ ഒരു പട്ടം അവിടെ പറന്നു പോകുന്നുണ്ട്. ഒരു കളിവണ്ടി അവിടെയുണ്ട്. നമുക്ക് വായിക്കാനായിട്ടൊരു കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നോക്കാം. ക്രിക്കറ്റ്, ഒളിച്ചുകളി, കബഡി, പന്ത് കളി, കഞ്ഞിയും കറിയും വെച്ച് കളി, കുളങ്കര, ചാടിക്കളി, ക്യാരം ബോർഡ്, പാമ്പും കോണിയും, തൊട്ടുകളി. ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ശരി അടയാളം ഇടുക. ഇപ്പം ഇവിടെ കുറേ കളികളുടെ പേര് തന്നിട്ടുണ്ട്. അതിൻ്റെ നേർക്ക് അതിന് ഉപകരണം ആവശ്യമുള്ളതാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ഉപകരണം ആവശ്യമില്ലാത്ത കളികൾക്കാണെങ്കിൽ ഒരു ടിക്ക് മാർക്ക്, ഇതെങ്ങനെ ഒരു ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. ക്രിക്കറ്റിന് ഉപകരണം ആവശ്യമുണ്ട്. നമുക്കറിയാം, ക്രിക്കറ്റ് ബോൾ വേണം, ബാറ്റ് വേണം, എങ്കിലേ അത് കളിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഉപകരണം ആവശ്യമില്ലാത്ത കുറേ കളികളും ഇതിലുണ്ട്, ആവശ്യമുള്ളതുമുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആവശ്യമില്ലാത്തത് നമ്മൾ ടിക്ക് ചെയ്താൽ മതി. ഉപകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉപകരണമാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്നും തൊടിയിൽ നിന്നൊക്കെ എടുക്കാവുന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കളികൾ ഉപകരണം ആവശ്യമില്ലാത്തതിലാണ് പെടുന്നത്. ഇപ്പോൾ കഞ്ഞിയും കറിയും വെച്ച് കളി വേണമെങ്കിൽ നമുക്ക് ചിരട്ടകളൊക്കെ വേണം. അപ്പോൾ അത് ഉപകരണം കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എടുക്കാവുന്നതാണ്. ഇത്രയുമാണ് 1-ാം ക്ലാസ്സിലെ 2ാമത്തെ ദിവസത്തെ പരീക്ഷയുടെ ഉത്തരങ്ങൾ. ഇതേപോലെ 3-ാം ദിവസത്തെയും Okay, thank you for watching this video.